ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ഏരീസ് സൺ സൈൻ, ഏരീസ് മൂൺ സൈൻ, ഏരീസിൻ്റെ അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ റെക്കോർഡിംഗ് ചെയ്യണ സമയത്ത് എനിക്ക് ഫോൺ കോൾസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് മെസ്സേജ് ചെയ്യുക, വാട്സാപ്പിൽ ഇല്ല വെച്ചാൽ ഇമെയിൽ ഇട്ടാൽ മതി, അതിൻ്റെയും റെസ്പോൺസ് ഞാൻ കൊടുക്കും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും വേണിച്ചാൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ആൻഡ് മറ്റേ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വേണിച്ചാൽ ചെക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാം. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എൻ്റെ. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ, എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫീലിങ്സ് ഉള്ളത്, അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് എന്താ, നിങ്ങളുടെ മെസ്സേജസ് എന്താ വരണമെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് നിങ്ങളുടെ എന്താണ് മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, നൈറ്റ് ഓഫ് wands, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 8 ഓഫ് കപ്സ് ആണ്. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ ഫീലിങ്സ് 5 ഓഫ് കപ്സ്, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് ഡെവിൾ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താണ്? നിങ്ങളുടെ ഇൻറ്റൻഷൻ 9 ഓഫ് wands, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് swords. എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ? നിങ്ങളുടെ സ്റ്റാർ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ കിങ് ഓഫ് swords. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ ഏരീസ് ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ മാസം നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ കുറേ എഫേർട്ട് ഇടാൻ നോക്കണു. ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണു, ഈ സിറ്റുവേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണു. അതല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കുറേ ബിസിയാണ് ഈ മാസം. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങളുടെ കരിയറിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 8 ഓഫ് പെൻറ്റിക്കിൾസ്? അപ്പോൾ ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടാത്ത ഒരു എനർജി ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് അത്ര സമയമില്ല. അപ്പോൾ നിങ്ങളെല്ലാം കൂടിയും ജഗിൾ ചെയ്യാൻ നോക്കണു. പറഞ്ഞാൽ എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് വേയിൽ ലൈഫ് മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കരിയറും സോഷ്യൽ ലൈഫും റെസ്പോൺസിബിലിറ്റീസൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജിയിൽ കുറേ ഫെയിമും പോപ്പുലാരിറ്റി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കണക്റ്റഡ് ആയിട്ട് എന്തോ ചെയ്യണത്, അതിൽ കുറേ സക്സസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ കുറേ അറ്റൻഷൻ നിങ്ങളുടെ മുകളിലുണ്ട് എന്ന് വെച്ചാൽ വേറെ ആൾക്കാർ നിങ്ങൾക്ക് കുറേ അറ്റൻഷൻ തരുന്നു, കുറേ ഒരു ഫെയിം, പോപ്പുലാരിറ്റിയുടെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ നൈറ്റ് ഓഫ് wands ആണ്. നൈറ്റ് ഓഫ് wands ഒരു പ്ലെയറുടെ എനർജി ആയിരിക്കാം, ഇല്ലാച്ചാൽ ഒരു ട്രാവൽ ചെയ്യണ പേഴ്സൻ്റെ എനർജി ആവാം. ഇതൊരു സ്റ്റേബിൾ എനർജി അല്ല. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു മാരേജിൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കാം, അതല്ലച്ചാൽ ഇവരുടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുന്ന എനർജിയും ഉണ്ട്. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവാം, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു മാരേജ് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങളൊരു തേർഡ് പാർട്ടി ആവാം.
അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് കപ്സ് ആണ് കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ മുമ്പത്തെ മാതിരി ഒരു ഇമോഷണൽ കണക്ഷൻ കാണാനില്ല. നിങ്ങൾ രണ്ടാളും ഇല്ലച്ചാൽ ഇതിൽ ഒരു പേഴ്സൺ ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. മുമ്പത്തെ മാതിരി അല്ല ഈ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു ബ്രേക്കപ്പും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് നിങ്ങൾ നോക്കണത്. പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും എനർജിയിലൊരു പുതിയ ബിഗിനിങ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ മുമ്പത്തെ മാതിരി ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ലാച്ചാൽ ഒരു പേഴ്സണിനെ അറ്റ്ലീസ്റ്റ് മുമ്പത്തെ മാതിരി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. കുറേ റിഗ്രറ്റും ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യായിരുന്നു, ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. അങ്ങനെ കുറേ റിഗ്രറ്റ് ഉണ്ട്, കുറേ വിഷമമുണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ. അപ്പോൾ കുറേ സ്ട്രോങ് ആയിട്ട് ഒരു ബോൾഡായി ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോണേ. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളൊരു നോ കോൺടാക്റ്റിലാണ് വെച്ചാൽ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവിലാണ്. അപ്പോൾ ഈ പേഴ്സണ് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു അൺഹെൽതി റിലേഷൻഷിപ്പിലാണ്. പറഞ്ഞാൽ ഒരു അൺഹെൽതി പാറ്റേൺ ആണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ട്. എന്തോ ഇവിടെ ഒരു വലിയ മാറ്റം, ഒരു വലിയ റെവലേഷൻ ഉണ്ടായി. അതുകൊണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ മുമ്പത്തെ മാതിരി അവരുടെ ഫീലിങ്സ് ഇല്ല. പറഞ്ഞാൽ എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവരൊരു സിംഗിൾ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ബ്രേക്കപ്പ് ഉണ്ടായത് ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്നായിരിക്കാം. അവരിപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ കരിയറും അവരുടെ മറ്റേ കാര്യങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ. നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല. പക്ഷേ മനസ്സിൽ പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്റ്റ് ബാഗേജിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഹീൽ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ കാണാണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് സോഡ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ മനസ്സിലെന്താ വെച്ചാൽ കുറേ ചോദ്യങ്ങളുണ്ട്. അവർക്ക് ഇൻഫർമേഷൻ വേണം. അവർ ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ മനസ്സിൽ സംശയം എന്താ വെച്ചാൽ നിങ്ങളുടെ വേറെ അഫെയർ ഉണ്ടെന്ന്. അങ്ങനെയാണ് വെച്ചാൽ അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ അവർ അത്ര സംസാരിക്കുന്നില്ല. കുറേ ഒരു റിസർവ്ഡ് മാതിരിയാണ് സംസാരിക്കണത്. കുറച്ച് കാര്യങ്ങൾ പറയും, കുറേ കാര്യങ്ങളൊന്നും അവർ ഷെയർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓക്കെ. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ല വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അവർ കുറേ ഒരു റിസർവ്ഡ് ആയിട്ടാണ് സംസാരിക്കണത്. മുമ്പത്തെ മാതിരി ഓപ്പൺ അല്ല, ഫ്രീ അല്ല. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഇവിടെ സ്റ്റാറാണ്. നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചിലപ്പോൾ എടുക്കും ഈ സിറ്റുവേഷനിൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഈ സിറ്റുവേഷനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവാം. ടെമ്പറൻസ്, നിങ്ങൾക്ക് ഒരു ബാലൻസ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കും. മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടേ, എന്താണ് നമ്മൾക്കൊരു തീരുമാനം എടുക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കും ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൺ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ആക്ഷൻ വൈസ് കിങ് ഓഫ് സോഡ്സിലാണ്. കുറേ ഡിറ്റാച്ച്ഡ് എനർജിയാണ്, ഓക്കെ. കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. ഇമോഷൻസ് ഒട്ടും കാണിക്കാത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ. ഇവിടെ ഒരു അപ്പോളജിയുടെ എനർജി ഉണ്ട്. അപ്പോൾ മേ ബി അവർ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തുനിന്ന്. അത് നിങ്ങൾ അപ്പോളജൈസ് ചെയ്യും, നിങ്ങൾ മാപ്പ് ചോദിക്കും. അതല്ല വെച്ചാൽ അവരായിരിക്കും അപ്പോളജി നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. എന്തോ ഇവിടെ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണാനുണ്ട്. പക്ഷേ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവുമെന്ന് ഇതുവരെ എനിക്ക് കാണാനില്ല. അങ്ങനത്തെ കാർഡ്സ് ഇല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു തുടക്കം ഉണ്ടാവും ഈ മാസം, ഓക്കെ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഹാങ്ഡ് മാൻ ആണ് ഔട്ട്കം. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാഗ്നൻ്റ് ആണ്. പക്ഷേ ഇവിടെ ലവ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഫീലിങ്സ് മ്യൂച്വൽ ആണ്. ഒരു പേഴ്സൺ അതിൽ ആ ഫീലിങ്സ് കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. പക്ഷേ അത് അവരുടെ നേച്ചർ ആവാം. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ കുറേ ലവ് ഉണ്ട്, ഓക്കെ. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്.
ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യണു. അത് ശരിയായ സമയമാകുമ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ശരിയാക്കാം, ഇല്ല വെച്ചാൽ എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നടക്കണത് ഇപ്പോൾ? അപ്പോൾ ഇവിടെ കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഈ 2 സെറ്റ് ഓഫ് സൈൻസ് ആണ് കാണുന്നത്. എന്താണ് ഇവിടെ യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒരു മ്യൂസിക് ലവർ ആവാം. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. അപ്പോൾ ഇവരുടെ മനസ്സിൽ അതാണ്, നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു ഡിസ്കണക്റ്റഡ് എനർജിയിലാണ് വെച്ചാൽ അവർ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ആണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ സ്പൈ ചെയ്യുന്നുണ്ടാവും, അവർ നിങ്ങളെ സോഷ്യൽ മീഡിയേനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, അതിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങൾ വേറെ ആരുടെ കൂടെ ഇപ്പോൾ ഇൻവോൾവ് ആണോ അതൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കാണാണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.